ലയമതിനുൾ പൂഗീതാ ഞാൻ സിംഹാസന സവിതേ വന്നീപോ ലംഘനമെല്ലാം മോചിച്ചൻ പാപമശേഷം മായ്ക്കേണം. ഞങ്ങളണയ്ക്കും നേർച്ചകൾ നിൻ പ്രീതിക്കാകണമേ. അപ്പം വീഞ്ഞിവ കാഴ്ചയണയ്ക്കുന്നു കൈക്കൊള്ളുക. മൽക്കിസദേക്കിൻ കാഴ്ച പോലെ ബലിയിതു സ്വീകൃതമാകണമേ. ആർക്കായി കാഴ്ചയിതർപ്പിച്ചിടുന്നു ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോ ഏവരെയും ഓർത്തിടുന്നു. ബലിതു സ്വീകൃതമാകണമേ. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകി യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധിയും മഹത്വവും എടുപ്പമുള്ള ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാപിതാവിനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ.
ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി. ഭൂവിനശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി. ജാതികളിടയിൽ ഭൂതല സീമയതോളം ഏവൻഗേലിയോൻ. ജാതികളിടയിൽ ഭൂതല സീമയതോളം ഏവൻഗേലിയോൻ. കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതം അറിയിച്ചു സ്വർഗമഹാരാജ്യം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ബാറയ്ക്കുമോർ. സ്ലീഹന്മാരുടെ സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വാത്സല്യമുള്ളവരെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്നു നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും
അങ്ങനെ തന്നെ പാറയ്ക്കുമോ. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകട്ടെ നീ ദൈവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭതൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ ധന്യൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും പാറിക്കുമോ. ശ്രീഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. പിന്തുടർച്ച അവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ബാറിക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയാം ബലികളടച്ചിടുവീൻ കർത്താവിനു പ്രിയരേ നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ തൻ പ്രാകാരങ്ങളിലേറി കർത്താവിനെ വന്ദിച്ചിടുവീൻ പാവനമാത്മഹായിൻ മുൻപിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. ബാരകമോർ നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ
വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യകമറിയത്തിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ആഗമനകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയായിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ നയിക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്തുതി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. അവൻ വലിയവനായിത്തീരും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവന് നീക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടിയായി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃത്തിയായ എലിസബേത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞുപോയി. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവജനനീ ധന്യേ കന്യകയേ, പരിമളധൂപത്തോടൊന്നിച്ചെന്നും നിന്നോർമ്മ മാതേ നിന്നോട് പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. വന്യാവൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, മലങ്കര ആരാധനാ വത്സരത്തിലെ
ആദ്യഘട്ടമായ സുബോറോ കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ രക്ഷാകര ചരിത്രത്തിലെ 5 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നാം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒന്നാമത്തേത് സക്രിയാസിനോടുള്ള അറിയിപ്പാണ്. രണ്ടാമത് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനിപ്പ്. മൂന്നാമതായി പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നത് നാം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. നാലാമതായി യോഹന്നാൻ സ്നാപകൻ്റെ ജനനം. അഞ്ചാമതായി യോസേപ്പിന് ഉണ്ടായ ദർശനം. ഇന്നത്തെ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ദൈവ മാതാവിനോടുള്ള അറിയിപ്പിനെ സംബന്ധിക്കുന്ന ഭാഗമാണ് നാം ശ്രവിച്ചത്. വചനപ്പ് തിരുനാൾ നാം ആഘോഷിക്കുന്നത് മാർച്ച് 25-ാം തീയതിയാണ്. ഇന്ന് വചനിപ്പ് സംഭവം ഒരിക്കൽ കൂടി ഓർക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും സഭ നമുക്ക് നൽകിയിരിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മാതാവിനെ സംബന്ധിക്കുന്ന 3 പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങൾ പിതാവായ ദൈവം ഗബ്രിയേൽ ദൂതൻ വഴിയായി നമ്മളോട് അരുളി ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ മറിയം അമലാത്ഭവയാണ്, പാപരഹിതയായി ജനിച്ചവളാണ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു വിശ്വാസ സത്യമായി സഭ നമ്മെ പഠിപ്പിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്തുതി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നുവെന്നാണ്. അതിൻ്റെ മൂലാഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആനിമാത്തോ സാദ് മനൂജിയ, പാപലേശമേശാത്ത പരമപരിശുദ്ധി, ദൈവം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. അതുകൊണ്ട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, കൈറോസ്, നീ ആഹ്ലാദിക്കുക, ഉല്ലസിക്കുക, ആർത്ത് വിളിക്കുക. കാരണം ദൈവം നിനക്ക് വലിയ അനുഗ്രഹങ്ങളെ നൽകുവാനായിട്ട് പോകുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ മാതാവ് പാപരഹിതയായി വിശ്വാസത്തിൻ്റെ വലിയ ഒരു തീർത്ഥാടനം നടത്തുന്നതായിട്ട് നാം കാണുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വർഗീയ ദാനമാണ്.
സുവിശേഷത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച് 4 കാര്യങ്ങളെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വിശ്വാസമെന്ന് പറയുന്നത് ദൈവം കാണുന്നത് പോലെ എല്ലാം കാണുവാനായിട്ടുള്ള ഒരാളുടെ കഴിവാണ്. ദൈവം നമ്മെ കാണുന്നത് പോലെ മറ്റുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകണം. പൂർവപിതാക്കന്മാർ ദൈവത്തെ കണ്ടതുപോലെ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകണം. വിശുദ്ധന്മാരും രക്തസാക്ഷികളും ദൈവത്തെ കണ്ടതുപോലെ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകണം. ദൈവത്തെ കാണുന്നത് പോലെ ഒരു പിതാവ് കുടുംബത്തിലുള്ള തൻ്റെ ഭാര്യയും മക്കളെയും കാണുവാനായിട്ടിടയാകണം. കുടുംബത്തിലുള്ള അമ്മ ദൈവം കാണുന്നത് പോലെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കാണുവാനായിട്ടിടയാകണം. കുഞ്ഞുങ്ങൾ ദൈവം കാണുന്നത് പോലെ മാതാപിതാക്കളെ കാണുവാനായിട്ടിടയാകണം. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും ദൈവം കാണുന്നത് പോലെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകണം. അപ്പോൾ നമ്മൾ ദൈവ കൃപ കൊണ്ട് നിറയുന്നവരായിത്തീരും. പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യം അതാണ്, മാതൃകതയാണ്. ദൈവം നൽകിയ വചനം സ്വീകരിക്കുകയും ആ വചനമനുസരിച്ച് ജീവിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം പ്രാർത്ഥിക്കുകയും ദൈവം കണ്ടതുപോലെ എല്ലാവരെയും കാണുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നാം ഈ കാലഘട്ടത്തിൽ സ്വന്തമാക്കേണ്ടതായ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അതാണ്. ദൈവം കാണുന്നത് പോലെ എല്ലാവരെയും കാണുവാനും അതിൽ സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും ഇടയാകണമെന്നതാണ്. രണ്ടാമതായി പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ ദൈവം കേൾക്കുന്നത് പോലെ നമുക്ക് എല്ലാവരെയും കേൾക്കുവാനായിട്ടിടയാകണമെന്നുള്ളതാണ്. നമ്മുടെ പൂർവപിതാക്കന്മാർ ദൈവത്തെ കേട്ടതുപോലെ, ശൗമേൽ ദൈവത്തെ കേട്ടതുപോലെ, ദാനിയേൽ ദൈവത്തിൻ്റെ വചനം കേട്ടതുപോലെ, അബ്രാഹാം ദൈവത്തിൻ്റെ വചനമനുസരിച്ചതുപോലെ പരിശുദ്ധ മാതാവ് ദൈവത്തിൻ്റെ വചനത്തിന് തന്നെ സമർപ്പിച്ചതുപോലെ ദൈവത്തെ കേൾക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ദൈവത്തെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കുവാനും സന്തോഷിക്കുവാനും സാധ്യമാകും. നമ്മൾ ദൈവ കൃപ കണ്ട് നിറയുവാനായിട്ടിടയാകും. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുന്നതാണ്, ദൈവത്തിൻ്റെ വചനം കേട്ട് അത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചതുകൊണ്ട് കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നിനക്ക് സന്തോഷം, നിനക്ക് പ്രത്യാശ, നീ ആഹ്ലാദിച്ച് ഉല്ലസിക്കുക എന്നുള്ളതാണ്. വിശ്വാസമെന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരെ സ്പർശിക്കുന്നതാണ്, ദൈവ കൃപയിൽ നിറയുന്നതാണ്. വിശ്വാസം ഒരു പെന്തക്കോസ്ത അനുഭവമാണ്. ദൈവം എന്നോടുകൂടെയുണ്ട് എന്നുള്ളൊരു വലിയ വിശ്വാസത്തിൻ്റെ സമർപ്പണമാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ പറയുന്നതാണ്, ഇതാ ദൈവം നിന്നോടുകൂടെയുള്ളത് കൊണ്ട് നീ ആഹ്ലാദിക്കുക, സന്തോഷിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അധികം സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും സാധ്യമാകുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുന്നതായിട്ടുള്ള അവസരത്തിലാണ്. സങ്കീർത്തനം 125 എന്ന വായിക്കുന്ന അവസരത്തിൽ സങ്കീർത്തന പ്രകാരം പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്ക് നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. സങ്കീർത്തനം 31 നാം വായിക്കുന്നു, കർത്താവിൻ്റെ ദൂതൻ തൻ്റെ ഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ സംരക്ഷിക്കുന്നു.
കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 28-ാം വാക്യം, യുഗാന്ത്യം വരെയും ഞാൻ എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വിശ്വാസ ജീവിതമെന്ന് പറയുന്നത് ദൈവത്തോട് കൂടിയുള്ള ഒരു ആത്മീയ യാത്രയാണ്. പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കുവാൻ ഇടയായതിൻ്റെ കാരണം അവളെ വിശ്വാസത്തിലൂടെയുള്ള ഒരു വലിയ ആത്മീയ യാത്ര നടത്തി എന്നുള്ളതാണ്. പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്ന, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ സത്യം ഇതാണ്: ആൾ ദൈവത്തിൻ്റെ മാതാവായിരുന്നു എന്നുള്ളതാണ്. തെയാത്തോക്കോസ്, ദൈവത്തിൻ്റെ മാതാവായി തീർന്ന പരിശുദ്ധ മറിയം ദൈവത്തെ എപ്പോഴും ഓർമ്മിക്കുകയും ദൈവിക കാര്യങ്ങളിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസ ജീവിതത്തെ വിശുദ്ധിയുടെ ഒരു ജീവിതമായി രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവവിശ്വാസം കൊണ്ട് നാം നിറയുമ്പോൾ നമ്മളുണ്ടാകുന്ന സന്മനോഭാവവും നന്മയുമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ദൈവത്തെ കൊണ്ട് ഒരാൾ തങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ മറ്റൊന്നിനും അതിലേക്ക് കടന്നു വരുവാൻ സാധ്യമല്ലാത്ത വിധം ദൈവകൃപ കൊണ്ട് നിറഞ്ഞ് ജീവിക്കുന്നതാണ് വിശുദ്ധ ജീവിതമെന്ന് പറയുന്നു. പരിശുദ്ധ മാതാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവമാതാവായി തീരുവാൻ യുവതിയായാലും യഹൂദിയായാലും ഒക്കെയുള്ള ധാരാളം കന്യകമാർ തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവമാതൃസ്ഥാനം വലിയ ഒരു അംഗീകാരമായി ദൈവ കൃപയായിട്ട് അവരൊക്കെയും കരുതിയിരുന്നു. എന്നാൽ നസ്രയത്തിലെ പരിശുദ്ധ മാതാവിൻ്റെ അടുത്താണ് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നിട്ട് ഈ ദൈവ മാതൃസ്ഥാനം നൽകുന്നത്. നീ ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കും, അവന് യേശുവെന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധ ദൈവമാതാവിന് ദൈവ മാതൃസ്ഥാനം കൊടുത്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മഹനീയമായ പദവിയിലേക്ക് മാതാവ് ഉയർത്തപ്പെടുകയാണ്. പാപരഹിതയായി ജീവിച്ച അമരോത്ഭയായ പരിശുദ്ധ മറിയം ദൈവ കൃപയിൽ സ്വീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ അമ്മയായി തീർന്ന് അതിശ്രേഷ്ഠമായിട്ടുള്ള വചനമാണ് സുവിശേഷം നമുക്ക് നൽകുന്നത്. ഈ വചനം കേട്ടിയ അവസരത്തിൽ പരിശുദ്ധ മാതാവ് ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഗബ്രിയേൽ ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് കേട്ടിയ അവസരത്തിൽ പരിശുദ്ധ മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. പരിശുദ്ധ മാതാവ് വിശ്വാസത്തിൻ്റെ ഒരു സമർപ്പണം വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി നടത്തിയപ്പോൾ അവൾ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം സഹരക്ഷകയായി തീർന്നുവെന്ന് ദൈവ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മാതാവിന് ലഭിച്ച അതിമനോഹരമായ ദൈവിക ദാനങ്ങൾ പാപരഹിതയായി ജനിക്കുവാനും ദൈവത്തിൻ്റെ മാതാവായി ജീവിക്കുവാനും അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം സഹരക്ഷകയായി രക്ഷാകര കർമ്മത്തിൽ പങ്കെടുക്കുവാനും ഇടയായ പരിശുദ്ധ മറിയമാണ് ലോകചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്ത്യാനി എന്ന് പറയുന്നു. ആരാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്? യേശുക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നവനും യേശുക്രിസ്തുവിനെ കൊണ്ടു നടക്കുന്നവനും യേശുക്രിസ്തുവിനെ ലോകത്ത് സംഭാവനയായി നൽകുന്നവരുമാണ് ക്രിസ്ത്യാനികളെന്ന് പറയുന്നു. ഒരുപക്ഷെ മറ്റനേകം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുമ്പോഴും ആദ്യത്തെ ക്രിസ്ത്യാനി പരിശുദ്ധ മറിയം നമുക്ക് നൽകുക. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം
പാപരഹിതരായി വിശുദ്ധ ഹൃദയമുള്ളവരായി ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുന്നവരാണ് നല്ല ക്രിസ്ത്യാനികളെന്നതാണ്. പരിശുദ്ധ മാതാവ് അതിൻ്റെ വലിയ മാതൃകയാണ്. വിശുദ്ധന്മാർ നല്ല മാതൃകകളാണ്. രക്തസാക്ഷികൾ നൽകിയ മാതൃക ഇതാണ്. മാതാവ് യേശുവിനെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചു. താൻ പോയ സ്ഥലങ്ങളിലെല്ലാം യേശുവിനോടൊപ്പം യാത്ര ചെയ്തു, യേശുവിനെ കണ്ടു നടന്നു. അവസാനം വിശ്വാസത്തിൻ്റെ വലിയ ഓർമ്മയായി യേശുവിനെ കാൽവരിയിൽ യാഗമായി നൽകി ലോകത്തിന് മുഴുവൻ തൻ്റെ മകനെ നൽകുവാനായിട്ടിടയായി എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് യേശുവുമായി യാത്ര ചെയ്ത് യേശുവിൻ്റെ രക്ഷാകരമായ ഓർമ്മ എല്ലാവർക്കും പങ്കുകൊടുക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ യാത്ര നാം നടത്തണമെന്നുള്ളതാണ്. അങ്ങനെയുള്ള വിശ്വാസിയാണ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതുപോലെ ആഹ്ലാദിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ച് ആർത്ത് വിളിച്ച് ജീവിക്കുവാനായിട്ട് ഇടയാകുന്നത്. വിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിയക്കാർക്ക് 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ തെസ്സലോനിയയിലെ സഭയോട് പറയുന്നുണ്ട്. 5-ാം അധ്യായം 16-ാം വാക്യം, അതുകൊണ്ട് നിങ്ങളെപ്പോഴും സന്തോഷിപ്പീൻ. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ജീവിതമാണ്. കാരണം കർത്താവിനോടൊപ്പമുള്ള ഒരു യാത്രയിൽ, സ്വർഗീയ യാത്രയിലാണ് നാം ഓരോരുത്തരും എന്നുള്ളതാണ്. വിശുദ്ധനായ പൗലോസ് വീണ്ടും തെസ്സലോനിയ സഭയോട് പറയുന്നത് 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവരായിരിക്കണം, ദൈവ കൃപയിൽ ജീവിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. വിശുദ്ധനായ പൗലോസ് വീണ്ടും അവരോട് പറയുന്നുണ്ട്, തെസ്സലോനിയൻ സഭയിലോട് 1 തെസ്സലോനിയർ 5:18 പറയുന്നത്, അതുകൊണ്ട് നിങ്ങളെപ്പോഴും ദൈവത്തിന് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ജീവിക്കുവീനെന്ന്. പരിശുദ്ധ മാതാവ് ഈ ആഗമന കാലത്തെ നമുക്ക് നൽകുന്ന വലിയ മാതൃകതയാണ്. നല്ല വിശ്വാസത്തിൻ്റെ ജീവിതം, നല്ല വിശുദ്ധിയുടെ ജീവിതം, ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ ഒരു ജീവിതം. ആ ജീവിതം അനന്തമായ സന്തോഷത്തിലേക്ക്, പ്രാർത്ഥന അനുഭവത്തിലേക്ക്, ഇമ്മാനുവേൽ അനുഭവത്തിലേക്ക്, അതുപോലെ തന്നെ എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത പറഞ്ഞുകൊണ്ടുള്ള പ്രത്യാശയുടെ ഒരു സ്വർഗീയ യാത്രയിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമ്മൾ പ്രത്യേകം ഒരുങ്ങുന്നതായ ഈ ആഗമന കാലഘട്ടത്തിൽ പരിശുദ്ധ മാതാവിനെ പോലെ വിശ്വാസിലെ കൂടുതൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ, വിശുദ്ധി കൊണ്ട് ദൈവകൃപ കൊണ്ട് നിറയുവാൻ, എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ, അങ്ങനെ സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും ദൈവ കൃപയുടെയും ജീവിതം നയിക്കുവാൻ പരിശുദ്ധ മാതാവിൻ്റെ മാതൃക നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മാതാവിൻ്റെ നല്ല മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ വിശുദ്ധ കൃപാന നമുക്ക് പൂർത്തിയാക്കാം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. ബാരകമോൻ സ്തോമൻ കാലോസ് എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദിന്റെ പുത്രിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഗോഗൽത്തായിൽ വച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ പൂജിക്കപ്പെടുകയും വിശ്വാസമുള്ള ജനത്തിന് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെ ആനന്ദിപ്പിക്കുവാൻ പര്യാപ്തമാകുകയും ചെയ്ത ജീവനുള്ള അപ്പമായ കർത്താവേ, നിനക്ക് സ്തുതി. ദൈവികമായ സ്തോത്രയാഗമർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു.
ബഗലകന്യമോ സദകായ ലവൽമീ ബാരകമോര കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. അപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്ദതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവമേ, കർത്താവേ, നിന്റെ തേജസ്സിൽ അഗ്നിമേന്മാർ പരിഭ്രമിക്കുകയും നിന്റെ ദർശനത്തിൽ ആത്മമയന്മാർ ചഞ്ചലപ്പെടുകയും ചെയ്യുന്നു. ന്യായാധിപതികളുടെ ന്യായാധിപതിയും അധികാരികളിൽ ഭീതികളാക്കുന്നവനുമേ, തിരുവൻപാകെ ഞങ്ങൾ വന്നിച്ച് സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ തിരുവൻപാകെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ സന്നിധിയിലും വിശുദ്ധിയോടെ നിന്നുകൊണ്ട് നിന്റെ ആത്മീയാമീശയിൽ വെടിപ്പോടെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ പരിശുദ്ധ റൂഹായ അയച്ച് ഞങ്ങളുടെ മുൻപാവയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പൂമിയും ശുദ്ധീകരിക്കണമേ. നിർമ്മലവും മൃതികരവുമായി ബലിയിൽ നിനക്കർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വെടിപ്പാക്കുകയും മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കുകയും സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായി തീരണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, ശുശ്രൂഷകൾക്കുള്ളവയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് രാഗങ്ങളിലും നീക്കും നാം പ്രാപിക്കട്ടെ. ഭാവിയുമായ ദാസനേറ്റ് പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധ റൂഹ പരിശുദ്ധനവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളും എന്നുമെന്നേക്കുഞ്ഞുടലാങ്ങളിലും മനസ്സലവ് തോന്നി
ഭാവിയായി ദാസന്റെ ദൈവത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബാരക്കമോർ ദിവ്യങ്ങൾ ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടിനെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂപായിലും കാതോലികവും സ്നേഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതു താൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നതമാ പദവിയിലേറി ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേ ഇതു കരുണയുടെയും ദയവിന്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം Barakamon Stomen Kalos കർത്താവേ, ഈ സമയത്ത് സ്നേഹവൈക്യവും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരകമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം തൻ ശ്ലോമോയും നൽശൈനോയും നമ്മെ കാക്കട്ടെന്നാളും തൻ ശ്ലോമോയും നൽശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും ദൈവഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിനക്ക് നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരകമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് വിശികാതമിരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവും ആകുന്നു.
തിരസിൽ നിന്ന് കണ്ടിടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയന്മാരായ ആയിരങ്ങളും പതിനായിരങ്ങളുമായ മാലാഖമാരോടൊന്നിച്ച് 3 പ്രാവശ്യം ഉച്ചത്തിൽ പ്രകാരം പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്ക് വേണ്ടി ത്രിവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റക്കെടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്ക നിർമ്മലമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതാ എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാഷായമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തൻ്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങിയത് പാനം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ശ്രീഹന്മാരെ ഏൽപ്പിച്ചു കണ്ടവരോട് ഞാൻ വരുന്നവരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീനെന്ന് അവിടുന്ന് കൽപ്പിച്ച് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. നിന്റെ ശുഭാരക്ഷാകരമായ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സംപ്രവചനകമായതിൻ്റെ രണ്ടാമത്തെ വരവിനെ അനുസ്മരിക്കുന്നു. ഇത് നോർത്തും നിന്റെ സഭയുടെ വകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കൃപ സ്വീകരിക്കുന്ന വിലഹീനരും പാപികളുമായ നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും
കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവത്തോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാരക്കമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. ഉത്തരമരുളേണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. പരിശുദ്ധാത്മാവായ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. അവൻ നീ കാസായിലെ മിശ്രത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. ശരീരത്തിലും രക്തത്തിലും പങ്കുകൊള്ളുന്നില്ലവർക്കിവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും അവർ നിത്യജീവൻ അവകാശികളാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമോർ 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ അധിപതിരാസനത്തിൻ്റെ മേൽപ്പെട്ടക്കാരൻ ആബൂൻമോർ കൂറിലോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂൻമോർ തോമസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പാമാർക്കു വേണ്ടിയും കശീശന്മാർ, ഷമ്മാശന്മാർ, ദയറായക്കാർ മുതലായവർക്കു വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തി സമാധാനവും നൽകണമേ. അതിലിടയന്മാർക്ക് ത്വവും പ്രശാന്തവുമായ ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും ആശ്വാസമരുളി അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും പുഴവും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൃശ്യനായ ശത്രുവിനെയും അവൻ്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിർദ്ദയരായ അധികാരികളുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും പുഴവും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമ്പോ ശുദ്ധമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതിയെ നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗകർ ഏവെങ്കിലിയസ്തന്മാർ സഹോദരന്മാർ മോചന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ സംരക്ഷയും ഞങ്ങളെ പരിപാലിച്ചവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും പുഴവും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമ്പോ കുറ്റമില്ലാത്തതും സ്നേഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമ്മൾ എഴുതുന്നതിനുള്ള സർവവിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. അതിൽ നിന്ന് വ്യതിചലിച്ച് ശിക്ഷാർഹരാകുന്നതിന് അനുവദിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും പുഴവും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് ചൊല്ലണം. കടാശിച്ചവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ്റെ തിരുശരീരവും തിരുരക്തവും അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ മുഖാന്തരം ഞങ്ങൾക്ക് അവർക്കും കരുണയും പാപമോചനം ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും തിരുമുമ്പിൽ ഞങ്ങൾ മൗനം ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയവരുടെ കൃത്യങ്ങൾ മറന്ന് ഞങ്ങളെല്ലാവരെയും ക്രൈസ്തവമായ പ്രതിഫലത്തിന് യോഗ്യരാക്കണമേ. സർവാദരണീയവും സംഭൂജ്യമായ നാമം ഞങ്ങളുടെ കർത്താവേ യേശു മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ
സകലത്തിനും പ്രകാരം ഇതിലിപ്പോഴും നീക്കും സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായ പ്രകാരം തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുണ്ടായിരിക്കട്ടെ. അൻപുടയോ നീമിൻ വാതിൽ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾക്ക് മറുപടി കൊള്ളുന്നവനുമായ ദൈവമേ, അതിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്ത പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ ഉച്ചത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും സകലവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും അവിവേകങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് തിരിച്ചുള്ളവർക്കും നീ വിമോചകനായിരിക്കണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരകമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. നിന്റെ ജനത്തിലും നിന്റെ ഏകജാതന്റെ തിരുശരീരവും രക്തം അനുഭവിക്കുവാനായി നോക്കി പാർക്കുന്ന നിന്റെ ഇടവകയിലെ ആടുകളിലും വലത്തി ആവശ്യിച്ചവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്യവും സരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധാത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ബാരകമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. വലിയൊരു പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി ദഹിക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാൻമാർ പുണ്യപ്പെട്ടു ഒന്നിച്ചേകുമവകാശ്വാസം പുത്രൻ ദൈവം മുറിയോരാഹേ എന്നാൽ സ്തുതിയുടെ രാജ്യമകൾ ഹാലി
എലോയ്യാനിൻ വലഭാഗി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ പിതൃഗ്രഹവും ബാരക്കുമോ ലബറോവൽ റൂഹോക്കാദീശോ മിൻമൂലം വാദാമിൽ മൂലം വൽ മീനാമി സർവകർഷാഭാജനമേ മിന്നിലുദിച്ചോ വേഗസുതൻ തൃക്കരങ്ങളിൽ ബലിവാത പക്കലപേക്ഷയാണ് കേളം സൗമൻ കാലോസ്കുരിയേലായിസോ മന്നമകൾക്കായി ശ്ലോമോ വന്നേകിദൂതവരൻ നിന്നോടു കൂടെ നാഥൻ നീ നിർത്താനുദയമകം ബാരക്കുമോ ലബറോവൽ റൂഹോക്കാദീശോ അഖില ജഗൽ പതിയേ നായക നായേറ്റി ഘോഷിച്ചാൽ അതിബഹുമാനീച്ചു മറിയാം വലുതാം പടവായ്ത്താൻ മുറിയോരാഹി ആലൈ രൂപാതാരേ മൽക്കായുള്ളർത്ഥന നീ തീടരുതേ പരിശുദ്ധേ ഏകാത്മജനോ പ്രാർത്ഥിക്കാം ഞങ്ങളിൽ ആർദ്രതോ നീടാം നയവാൻ ബന പോലെ തള്ളത്തിടുമേ ഹാലീലുയ്യ വളരുമവല്ലവനോൻ കാരകിൽ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ മെൻമൂലം വാദാമിൽ മൂലം ഉൽമീനാമി ലിംഗം മാറിയോസേ വാനിലുമതുപോൽ നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സൗമൻ കാലോസ്കുരിയേലായിസോ പ്രാർത്ഥനയിൻ സാമയമിതല്ലോ
പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാഴ്ത്തേണം. ബാരക്കുമോ നിന്നെ വരിച്ചൊരു താതനും ഓമാർത്തോമാ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ ഓടിച്ചോടിക്കുന്ന നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോരാകെ ആലയനുവാദാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൽ വടികളെയും മായ്ച്ചിടാൻ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരരുടെ നാഗണമോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാരക്കുമോ ബലബരോ വൽറൂഹു ഖാദീശോ. മിൻപോലം വാദാമിൽ പോലം ഉൽമീനാമേ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനും പറുദീസായ്ക്കായി സൗമൻ ഗാലോസ് കുറിയേലായിസോ. ഉയരേകുന്നു രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നേ അവരവരുയരോടെഴുന്നേറ്റു. ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. ബാരക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ നങ്ങത്തിട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താവ് തന്നരുളിന്നു മഹത്വം. മുറിയോരാകെ ആലയനോ ആധാരേ. മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈക്കൊണ്ടേടേണം. നാം ശബ്ദമുയരത്തെ പറയണം.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകളെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാരണത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യനവീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, ഭവപരിഹാരപ്രദമായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, അദൃശ്യമായ നിന്റെ വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് ഏറിയ നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ ആശീർവദിക്കണമേ. ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധാവസ്ഥകൾ ഉപേക്ഷിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ചവയിൽ സംബന്ധിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മിലവൻ രണ്ട് ലോകങ്ങളിലും നീക്കുണ്ടായിരിക്കട്ടെ. നാഥാ കൃപ ചെയ്യണം ബലിവാൽ, കൃപ ചെയ്യണമോ തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി, കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. മേൽപ്പെട്ടക്കാർ പട്ടക്കാരോട് കർത്താവിവരെ നിയമിച്ചാക്കി ഭൂമിയതിങ്കൽ നായക നാം തന്നാദരഹസ്യങ്ങളതായി മണ്ണിൻ വിളവുകൾ മേൽപ്പെട്ടക്കാരൻ കാഴ്ചയാണ് ശരണത്താലേ
വാനത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമോടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ നിന്റെ വിശുദ്ധ രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷിക്കുവായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതതൻ ഉയർപ്പും നീ തന്നെ. മനുഷ്യോട് നിനക്കുള്ള സ്നേഹത്തെ ഞങ്ങൾ പുകഴ്ത്തിയെ വന്ദിക്കുകയും ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് ശക്തിയും സഹായവും ആലംബവുമായിരിക്കണമേ. ഈ ആത്മീക വരുന്ന വഴി സന്തുഷ്ടരായ ഞങ്ങൾക്കെല്ലാവർക്കും പുണ്യവും ഭാഗ്യാനുഭവവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഞങ്ങൾക്ക് നശ്വരഭക്ഷണമായി തീരുകയും ചെയ്ത സത്യാപമായ മിശിഹാതമ്പുരാനേ, ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും കിടാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പഴിവിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരേക്കുമോ നിർമ്മലയാകും കന്യകമറിയ നിന്മാതാവോ നിന്നവതാരം മുന്നറിയിച്ച നബിയന്മാരും നീതി സൂര്യൻ തന്മുന്നോടി ഭാസുരതാരോ യോഹന്നാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. മാതാവും യാചിക്കും പരിശുദ്ധന്മാരും നാഥാ, പുണ്യം നൽകിയെങ്ങും മരിച്ചോർക്കും. സഹോദരന്മാരെ,
മനോഹരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപരിഹാരപ്രദമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാവശ്യ അനുഗ്രഹത്തോടെ യാത്രാവർഷത്തോടും കൂടെ പരിശുദ്ധാദ്രയത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുവിൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചയോടെ ഞങ്ങളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ മുതൽ പ്രാപിച്ചവരുമേ ഈ പരിശുദ്ധാദ്രയത്തിൽ നിങ്ങളുടെ ഇടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും മരിച്ചയോടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും ഭാവിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹവും കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുവിൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. എന്റെ കടങ്ങളശേഷം നിൻ കൃപയാൽ മായിച്ചിടണമേ. എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്ക് കീടണമേ. രക്ഷകമിശിഹ രാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാൽ നിൻ പ്രിയ സിദ്ധന്മാരോപ്പം നിൻ സ്നേഹിതനാകണമെന്നേ. കർത്താവേ, നിന്നോട് നിത്യ രാജ്യമതാകും സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാർദ്രതയേ പാതകനിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാ കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക മടിയനതാം എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോ ഈ ശ്രേഷ്ഠാചാര്യന്മേലും ഈ ശുശ്രൂഷക തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. എന്റെ കടങ്ങളശേഷം നിൻ കൃപയാൽ മായിച്ചിടണമേ. എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്ക്